ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ? ഞാന് അമ്പാട് പന്ത്. പറ. പേരെന്താ? പേര് അശോകൻ എന്നാ. അശോകൻ. പറഞ്ഞേട്ടാ. ഞാൻ വോയിസ് വിട്ടിട്ടുണ്ട് നിങ്ങക്ക്. ഞാൻ ശ്രദ്ധിച്ചില്ല, പറഞ്ഞോ. ഒന്നുമില്ല, ഞാൻ നിങ്ങളൊരു ഫോളോവേഴ്സ് ആണ്. ആ നിങ്ങളോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഓക്കെ, സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളും. അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ മലപ്പുറം ജില്ലയില്, എന്റെ വീട് ശരിക്കും ഗുരുവായൂർ ഭാഗത്താണ്. ആ ഞാനിവിടെ പപ്പടത്തിന്റെ പരിപാടിയാണ്. ആ ആ ആ. 23 വർഷമായി ഇവിടെ. ആണല്ലേ? ഓ. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ നിങ്ങൾ വെള്ളാപ്പള്ളിനെ പറ്റി പറഞ്ഞല്ലോ. ആ ആ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളിവിടെ സ്വർഗത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ജീവിച്ചു പോരുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇവരന്മാരെ വന്നിട്ട് ഓരോരുത്തർ തോണ്ടിട്ടിട്ട് പോവും. ആ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളെ മനസ്സിൽ പറഞ്ഞ ഒറ്റൊരു വിശ്വാസമുള്ളൂ. അപ്പൊ അങ്ങനെ പോവാണ്. അപ്പൊ അതുങ്ങള് പോലുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴേ അത് നല്ല മറുപടി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. ഒരുവിധം ഇപ്പൊ ഈ ഉസ്താദ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും. കാരണം എന്ന് പറഞ്ഞാല് ഞാനിവിടെ വന്നിട്ട് 23 വർഷമായി കൊണ്ടിട്ട് എന്റെ വൈഫ് ഇപ്പൊ ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു ഇവിടെ. അപ്പൊ ഇവിടുത്തെ പള്ളി കമ്മിറ്റികളും എല്ലാരും നമ്മളൊന്നും കൊടുത്തിട്ടല്ല, നമ്മൾ കൊടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അറിയാത്ത, അതായത് അവസാനം മരണപ്പെട്ടിരുമ്പോ പറഞ്ഞാൽ 20 ലക്ഷം രൂപയോളം ചെലവായി. അതിലൊരു 16 ലക്ഷം ഉറുപ്പോളം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ, എനിക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലായാലും എന്തിനാണ്ടോ ഞാൻ 90% കൊടുക്കുന്ന മുസ്ലിം കടകളിലാണ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ ചോറുകൊണ്ട് അഭിഷേകമായിരുന്നു ഓരോ വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ കൊണ്ടുവരണ്ടെന്ന് പറയും. ഓരോ വീട്ടിൽ നിന്ന് ഞാൻ മറ്റേ വലിയൊരുന്നാൾ വരുന്നില്ല, അപ്പൊ കൊടുന്നാൽ മതി. എന്നാലും അവരൊരു ലേശം ചോറയിലൂടെ കൊണ്ടു വരും. അതേപോലെ ഓണായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ചെയ്യും. അത് വേറെ എവിടെ അങ്ങനെ കാണാനില്ല. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് ഈ എല്ലാ ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതില് തന്നെ നമുക്ക് കൊടുത്ത ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതി മുസ്ലിം വർഗത്തിനുള്ളൂ, വേറെ ആർക്കും ഇല്ല. ഞാൻ കണ്ടിടത്തോളം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ നിങ്ങളെ വലുതാക്കി പറയാം, മുസ്ലിം വലുതാക്കി പറയാറില്ല. എന്റെ സത്യാവസ്ഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതെ, അവിടെയുള്ള ജനങ്ങൾക്ക് ഈ വേറെ എവിടെയും മാതൃക കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ട് അവിടെ. ഈ ഐക്യം നിലനിന്ന് കഴിഞ്ഞാൽ ഈ വിദ്വേഷികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ വിദ്വേഷങ്ങളിലൂടെയാണ്. അല്ല, ഒരിക്കലും നൈതികമായി ജനങ്ങളെ സ്പ്ലിറ്റാക്കാൻ കഴിയില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ഇത്രയും സങ്കീർണമായ വർഗീയതയുടെ പിന്നിൽ എന്താണ്? കൂട്ടുഭാഗ രാഷ്ട്രീയമല്ലേ? അല്ലേ? ഏതെങ്കിലും ഒരു മതം ഈ പരസ്പരം കലഹിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പറയുന്നവരല്ലല്ലോ. മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോഴേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇടക്കിടക്ക് ഹിന്ദു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആരും ഹിന്ദുവായിട്ട് കാണുന്നില്ല, പിരിവിന് വരുമ്പോൾ മാത്രം ഞങ്ങൾ ഹിന്ദുവാണ്. വളരെ വിഷമത്തോടുകൂടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഒന്നും മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട്. അപ്പൊ അതേ ആള് തന്നെ മലപ്പുറത്ത് വരുമ്പം മലപ്പുറത്ത് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം, അതിന് നമ്മളിവിടെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് തമ്മിൽ നീയൊന്നും ഞാനൊന്നും ഇല്ലല്ലോ, നമ്മളെന്നല്ലേ ഉള്ളൂ. എനിക്ക് ഈ അടുത്തേ നമ്മുടെ ഈ ആലപ്പുഴ ചന്തിരൂര് ഭാഗത്ത് പോയപ്പോഴേ ഒരു ചേട്ടൻ പറഞ്ഞു, അദ്ദേഹം ഈ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത് എന്നെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരുപാട് മാറി നിന്ന് കൈകൂപ്പുവാണ്. ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നിങ്ങൾ ദൈവത്തിനോട് മാത്രമാണ് കൈകൂപ്പാൻ പാടുള്ളൂ. കാരണം ഈ മനുഷ്യരെ ഈ ചെറുപ്രായം മുതൽ വിധേയപ്പെട്ട് അവന്റെ മനസ്സിൽ ഞാനൊരു ഈഴവനാണ്, ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഞാൻ മറ്റുള്ള സമൂഹത്തിൽ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവർ, നല്ല സുഗന്ധം പൂശി നടക്കുന്നവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്നവനാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവന്റെയും എന്റെയും സിരയിൽ ഓടുന്നത് രക്തമാണ്, അല്ലേ? അല്ല, അല്ലാതെ എന്റെ എന്തെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും ദ്രാവകമാണ്, ഏതെങ്കിലും പവിത്രമായ എന്തെങ്കിലും ദ്രാവകമാണ് അല്ല. അവനെ പോലെ തന്നെ ശ്വസിക്കുന്നു, അവനെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം എന്തെല്ലാം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ, ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം അവന്റെ എന്റെ ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇത്രത്തോളം മറ്റൊരുത്തന്റെ മുമ്പിൽ വിധേയപ്പെടുന്ന കാര്യം എന്താണ്? പണ്ടത്തെ ആചാരങ്ങളാണ് അതൊക്കെ, അതായിരിക്കും വരികയാണ് ഇന്ന് ഈ അതേ ആളുകളാണ് ഈ പറയുന്നത്. ഇവിടെ ശാസ്ത്രം ഈ മനുഷ്യര് മലപ്പുറം ജില്ലയിൽ ഇവർക്ക് കിട്ടുന്ന ആളുകൾക്കിടയിൽ കിട്ടുന്ന അംഗീകാരം എന്താണ്? ഇവരങ്ങനെ കാണുന്നുണ്ട് ആരെങ്കിലും? പറയാനെന്നോ ആരെങ്കിലും കാണുന്നുണ്ടോ?
ഈ പാണക്കാട് തങ്ങൾ ഉള്ള സമയത്ത് ഈ അടുത്ത കാലത്ത് പോലും അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യസ്ഥൻ അതൊരു ഇതുപോലെ ഒരു ഇവര് ഈഴവന്മാരായിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണമൊക്കെ വലിയ വാർത്തയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അശ്വൻ ചേട്ടാ കേട്ടപ്പോ വലിയ സന്തോഷം വന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ ആരെയും ഇല്ലായ്മ ചെയ്യാനും ഒരാളെയും താഴ്ത്തി കെട്ടാനും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അന്തമായി വിരോധം ഒന്നുമല്ല. എന്റെ ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് വരുന്ന വാക്കാണിത്. നമ്മൾ ഇങ്ങനെയൊക്കെ പരസ്പരം സ്നേഹിച്ച സന്തോഷമൊക്കെ പോവുക, അതല്ലേ സന്തോഷം. എന്ത് സമാധാനമുണ്ട്. ഞാൻ നിങ്ങളെ ശത്രുവായിട്ട് കാണാതിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ശത്രുവായിട്ട് കാണാതിരിക്കുമ്പോഴും എന്ത് സ്നേഹമാണ് അല്ലെ നമുക്ക് പരസ്പരം. എന്ത് സന്തോഷം. ഇവിടെ പ്രളയം വന്നപ്പോഴൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്, ഒരുപാട് ഉദാഹരണങ്ങളാണ്. നൂറുകണക്കിന് പറയാനുണ്ട് ഇവിടെ. ഈ നിലമ്പൂർ ഭാഗത്ത് ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ടൊക്കെ ഇവിടെ ജാതി മതം നോക്കാതെ എല്ലാ സാധനങ്ങളും എല്ലാ വീട്ടിലും ഓരോ പള്ളി കമ്മിറ്റിക്കാരും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങി നിന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സംസാരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം, വിളിച്ചത് വലിയ സന്തോഷം, ഞാനൊരു വോയിസ് വിട്ടു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയിച്ചത് വലിയ സന്തോഷം. എന്നെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കാണാം. ഓക്കെ, സന്തോഷം.